ഇത് നമ്മൾ ഓർമ്മിക്കേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു. മന്ത്രി പോയിട്ട് ഇങ്ങനെ തടവി നോക്കുക എന്നൊക്കെ പറഞ്ഞത് എന്തൊരു മോശം. ഇന്നലെ തകർന്നു വീണത് യഥാർത്ഥത്തിൽ LDF ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അണിഞ്ഞ മുഖംമൂടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും വയനാടിൻ്റെ ചർച്ച തീർന്നിട്ടില്ല. ശരിക്കും ശബരിമല പോലെ തന്നെ കേരളത്തിലെ ജനങ്ങളെ ഒന്ന് പറ്റിച്ച സംഭവമായി കേരള സർക്കാരിനെതിരെ, പിണറായി സർക്കാരിനെതിരെ വയനാടിലെ ടൗൺഷിപ്പ് മാറുകയാണ്. ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത്? കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സർക്കാരിൻ്റെ നേട്ടങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വോട്ട് ചോദിക്കാനുള്ള ഒരു ധൈര്യം സത്യത്തിൽ പിണറായി സർക്കാരിനും മന്ത്രിമാർക്കും ഉണ്ടായില്ല. അത് കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കാൻ സാധ്യതയില്ല എന്ന് കണ്ടപ്പോൾ ഒരു വൈകാരിക വിഷയം എന്നുള്ള രീതിയിൽ കോൺഗ്രസിൻ്റെ വീട് നിർമ്മാണവും സർക്കാരിൻ്റെ വീട് നിർമ്മാണവും തമ്മിലുള്ള താരതമ്യമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം. ആ വിഷയത്തൊക്കെ കോൺഗ്രസ് വളരെ മനോഹരമായിട്ട് പൊളിച്ചടക്കി. ഏകദേശം 780 കോടിയിലധികം രൂപ വന്ന ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വെറും 20 കോടി രൂപ മാത്രമാണ് മുതൽ മുടക്കിയത് എന്നതുൾപ്പെടെയുള്ള നിരവധി കാരണങ്ങൾ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനകത്തും കോൺഗ്രസിന് പുറത്തു നിന്ന് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ആളുകളുമൊക്കെ അത് വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്തു. അപ്പോഴാണ് ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം പൂർത്തിയായി എന്നൊരു വാർത്ത വളരെ ശക്തമായിട്ട് വരുന്നത്. പക്ഷെ ടൗൺഷിപ്പ് പൂർത്തിയായെങ്കിലും താമസം തുടങ്ങിയില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കേരളത്തിലെ ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തക പോലും അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് കേരളം എത്തിച്ചേർന്നു. അപ്പോഴാണ് ഇന്നലത്തെ കാഴ്ച കഴിഞ്ഞ ദിവസത്തെ കാഴ്ച നമ്മൾ കാണുന്നത്. കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് പോയിട്ട് ചോർച്ച പരിശോധിക്കുന്ന അഭൂതപൂർവമായിട്ടുള്ള ഒരു കാഴ്ച. അപ്പൊ കൂലിപ്പണി രാജൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ട്രോളുകൾ ചോദിച്ചു വാങ്ങിയാണ്. കാരണം അദ്ദേഹം അല്ലല്ലോ അത് ചെയ്യേണ്ടത്. അദ്ദേഹം എന്തോ ഒരു നമ്മുടെ നാട്ടിലൊക്കെ പൂഴിക്കടലാസ് എന്ന് പറയും, അതിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അത് വെച്ചിട്ട് ഇങ്ങനെ ഒരച്ച് നോക്കിയിട്ട് വെള്ളം വരുന്നുണ്ടോ എന്ന് നോക്കി വെള്ളം വരുന്നില്ല എന്നൊക്കെ സ്ഥാപിച്ചു. പക്ഷെ അദ്ദേഹം മാധ്യമ സമ്മേളനം നടത്തിയപ്പോൾ ചില ആളുകൾ ജയിലിൽ പോകും എന്ന അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഊരാളുങ്കലുമായിട്ട് അത്ര അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ള ഒരു മന്ത്രിയല്ല രാജൻ. കമ്പാരിറ്റീവ്ലി LDF സർക്കാരിനകത്തെ കുറച്ചും കൂടി മാന്യനായിട്ടുള്ള ഒരു മന്ത്രിയായിരുന്നു അദ്ദേഹം. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് ഊരാളുങ്കലായിട്ട് യാതൊരു ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇത് തെറ്റ് ചെയ്തവർ ജയിലിൽ പോകേണ്ടി വരും എന്നൊക്കെ പറയുന്ന പ്രസ്താവന നടത്തിയത്. അവിടെ ഇന്നലെ തകർന്നു വീണത് യഥാർത്ഥത്തിൽ LDF ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അണിഞ്ഞ മുഖംമൂടിയാണ്. വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തന മണ്ഡലത്തിലെ അപകടങ്ങൾ ഈ വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനകത്തെ അഴിമതി അന്വേഷിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാം ഒരു ഊരാളുങ്കൽ എന്ന് പറയുന്ന സൊസൈറ്റിയിലേക്ക് ഡയറക്റ്റ് ചെയ്യപ്പെട്ട് അതിൻ്റെ പിറകിൽ ഒരു അഴിമതിയും ആർക്കും ആരോപിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കേരളത്തെ കുറേ നാളുകളായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ പറയുന്ന വയനാട് ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ക്യാമ്പയിൻ ചെയ്ത പ്രോജക്റ്റ് ഒരു ഡെമോക്രസിൻ്റെ വാള് പോലെ തന്നെ ഇവരുടെ തലക്ക് മുകളിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കും. ഏതു സമയത്തും അത് വരും. ഇപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, പാലാരിവട്ടം പാലം തകർന്നപ്പോൾ ഇബ്രാഹിം കുഞ്ഞ് വന്നിട്ട് പാലം തടവി നോക്കിയിട്ട് പാലം പൊളിഞ്ഞോ എന്ന് നോക്കി എന്ന് പറഞ്ഞാൽ എന്തൊരു കോമഡിയായിരുന്നു. അതുപോലല്ലേ ടൗൺഷിപ്പിന്റെ മേൽക്കൂര അടർന്നു വീഴുന്നുണ്ടോ, അതിൽ നിന്ന് വെള്ളച്ചോർച്ചയുണ്ടോ എന്നൊരു മന്ത്രി പോയിട്ട് ഇങ്ങനെ തടവി നോക്കുക എന്നൊക്കെ പറഞ്ഞത് എന്തൊരു മോശം. ഞാൻ ചോദിക്കുന്നത്, അതിനകത്ത് ടെക്നിക്കൽ എക്സ്പേർട്ട് ഉണ്ടാവാം, അതല്ലെങ്കിൽ ഇത്തരം പണികൾ അറിയുന്ന മെയ്സന്മാരുണ്ടാവും, മറ്റു പണിക്കാരുണ്ടാവും, അല്ലെങ്കിൽ തൊഴിലാളികളുണ്ടാവും. ആരെങ്കിലും ഒന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഇത് മന്ത്രി തന്നെ ഇങ്ങനെ ഉരച്ചു നോക്കിയിട്ട് ഓക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ പാലം തകർന്നു വീണപ്പോൾ റിയാസിന് പോയിട്ട് പാലം തകർന്നു നോക്കാം, റോഡ് തകർന്നിരുന്നു, അല്ലെങ്കിൽ റോഡ് തകർന്നപ്പോൾ അങ്ങനെ നോക്കാൻ വേണ്ടി പറ്റുമോ? അപ്പം മന്ത്രി ഇന്നലെ കാണിച്ചത് വളരെ ബാലിശമായിട്ടുള്ള ഒരു നാടകമായിപ്പോയി. CPIയുടെ ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ നമുക്ക് അദ്ദേഹത്തെ കൂടുതലായിട്ട് ആക്ഷേപിക്കാൻ സത്യം പറഞ്ഞാൽ മനസ്സ് വരുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ ആരോ കൊണ്ട് ചെന്ന് ഇത്തരം ഒരു കുഴിയിൽ കൊണ്ടു ചെന്ന് ഇട്ടതാണ്. അതോടുകൂടിയിട്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് വലിയ ക്ഷീണം സംഭവിച്ചു, സർക്കാരിനാണെങ്കിൽ അതിനേക്കാളും വലിയ ക്ഷീണം സംഭവിച്ചു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ശബരിമലയാണ് ഏറ്റവും പ്രധാനമായും ഞങ്ങൾ കാണുന്നത് എന്നും UDF അധികാരത്തിൽ വന്നാൽ ഏറ്റവും ആദ്യം പുനരന്വേഷണം നടത്തുന്നത്
ശബരിമല മോഷണത്തിലായിരിക്കുമെന്നും പറഞ്ഞിരുന്നു. അതേ പ്രാധാന്യം വയനാടിനും കൊടുത്താൽ ഒരു പക്ഷേ പലരും അകത്താകുന്നൊരു സ്ഥിതിവിശേഷം വരില്ലേ? തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ശബരിമലയുടെ ഒരു വിഷയം എന്നൊക്കെ പറഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ഹൈക്കോടതി തന്നെ നേരിട്ട് ഇടപെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചിട്ട് പുറത്തു കൊണ്ടുവന്ന അഴിമതികളാണ്, അല്ലാതെ UDF ഉന്നയിച്ച അഴിമതികളല്ല. പക്ഷെ ഓരോരാളായിട്ട് ജയിലിൽ കിടക്കുന്നത് നമ്മൾ കണ്ടു. ഇത് നമ്മൾ ഓർമ്മിക്കേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു. അതിനകത്തൊരു വൈകാരികമായിട്ടുള്ളൊരു വിഷയമായിട്ടാണ് അത് കേരളം ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്നലെ പരാതി പറഞ്ഞ ആൾക്ക് തന്നെ കുടുംബത്തിൽ 16 പേർ നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അതൊക്കെ നമുക്ക് ആലോചിക്കാൻ കഴിയുന്നതാണോ? ശ്രീ ടി സിദ്ദിഖ് നമ്മുടെ മീഡിയ ഗ്രാമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് മാനസിക സംഘർഷം താങ്ങാൻ പറ്റാത്ത സമയത്ത് കൗൺസിലിങ്ങിന് പോലും അദ്ദേഹം വിധേയനായി എന്ന് പറഞ്ഞു. അതായത് കാലുകൾ മാത്രം അടക്കം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ, കൈകൾ മാത്രം അടക്കം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ, ഒരേ കുഴിയിലേക്ക് തന്നെ പല അവയവങ്ങൾ മൂടേണ്ടി വന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അത് എത്രത്തോളം വൈകാരികമാണെന്ന് അവർക്ക് കണ്ടവർക്കേ അതറിയൂ, അത് റിപ്പോർട്ട് ചെയ്തവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം അവിടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഇതൊരു വൈകാരിക വിഷയമാണ്. ഇതിനെക്കുറിച്ചിട്ട് സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം. എനിക്ക് തോന്നുന്നു UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യം അന്വേഷിക്കാൻ ഉത്തരവിടുന്ന വിഷയങ്ങളിൽ ഒന്നായിട്ട് ഈ വയനാട് ടൗൺഷിപ്പ് നിർമ്മാണത്തെ കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായം പൊതുസമൂഹത്തിനുണ്ട്. അങ്ങനെ കൊണ്ടുവന്നാൽ ആരൊക്കെ അകത്താകും, ആരൊക്കെ ഇതിൻ്റെ പ്രതിപട്ടികയിലേക്ക് വരും എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്.